Good afternoon. Good afternoon, ma'am. Good afternoon, madam. Good afternoon, all. Prayer ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? പ്രയർ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. ഒരു കുട്ടി പറഞ്ഞിരുന്നു, ആ കുട്ടി ഇല്ല തോന്നുന്നുണ്ട്. ഞാൻ ചെയ്യാം. ഓക്കെ. സൈനിന് വേറെ ഏതെങ്കിലും ചെയ്യോ? എന്നാ ഞാൻ പ്രയർ ചെയ്യാം. ഞാൻ സൈനിന് പറഞ്ഞിരുന്നു. ഞാൻ പ്രയർ ചെയ്യാം. ഞാൻ ചെയ്തോളാം. സൈനിനാണോ? സൈനിന് ഞാൻ ചെയ്തോളാം. അതെ. ശരി. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിന്റെ ശീലം ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എന്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെന്നെ ശാന്തി അറിയണമേ. താങ്ക് യു. കോഴ്സിനാണ് മാം. മുഹ്സിന. പറഞ്ഞോ. Kill the tension before it kills you. APJ അബ്ദുൽ കലാം. സബീന. മാം സൈനിൻ സബീന ആണ്. ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറയാം. ഒരിക്കലും രണ്ട് ജ്യേഷ്ഠ അനുജന്മാര് ഒരു ദിവസം ഇങ്ങനെ കടൽ തീരത്തുകൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പം കടൽത്തീരത്തൂടെ നടന്നു പോയപ്പോഴത്തേനും പരസ്പരം എന്തോ സംസാരിക്കുന്നതിനിടയ്ക്ക് അവർ തമ്മിൽ വഴക്കുണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടൻ അനിയന്റെ മുഖത്തിനിട്ട് ഒറ്റയടി വെച്ചു കൊടുത്തപ്പോഴത്തേനും അനിയൻ ആ കടൽത്തീരത്തെ മണൽത്തരികളിൽ ചേട്ടൻ എന്നെ മുഖത്തിനിട്ട് അടിച്ചു എന്ന് എഴുതി വെച്ചു. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തിരമാല വന്ന് അത് മായ്ച്ചങ്ങ് പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ വേറൊരു ദിവസം ഇതുപോലെ തന്നെ വേറൊരു വഴി കൂടെ പോയപ്പം അന്നും ഇതുപോലെ എന്തോ കാര്യത്തിൽ തർക്കിച്ചപ്പം ചേട്ടൻ വീണ്ടും അവൻ്റെ മുഖത്തടിച്ചു. അപ്പം അവനത് പാറയ്ക്കകത്ത് എഴുതി വെച്ചു, ചേട്ടൻ എൻ്റെ മുഖത്ത് അടിച്ചു എന്ന്. ഉടനെ ചേട്ടൻ ചോദിച്ചു, എന്താ ഇങ്ങനെ? നീ ആദ്യം അടിച്ചപ്പം മഴത്തരികളിലും രണ്ടാമത് അടിച്ചപ്പോൾ പാറക്കെട്ടിലും അടിച്ചത്. അപ്പൊ രണ്ടാമത് അടിക്കുന്നതിന് കാരണമുണ്ട്. എന്നുവെച്ചാൽ ആ സൈഡിൽ കൂടെ പോയപ്പോൾ ഇവൻ അതിൽ നിന്ന് അങ്ങോട്ട് വീഴാൻ പോയപ്പോൾ പെട്ടെന്ന് ചേട്ടൻ കയറി പിടിച്ചു അനിയനെ പെട്ടെന്ന് കയറി പിടിച്ചു. അപ്പം എന്തുകൊണ്ടാണ് നീ അപ്പം ആദ്യം ഇങ്ങനെ എഴുതിയത് രണ്ടാമത് ഇങ്ങനെ എഴുതിയതെന്ന് ചോദിച്ചപ്പം അനിയൻ പറഞ്ഞു, നമ്മൾ പെട്ടെന്ന് മറക്കേണ്ട കാര്യങ്ങൾ മണൽത്തരികളുടെ അടുത്ത് എഴുതി വെച്ചു. രണ്ടാമത് ചേട്ടൻ എന്നെ സഹായിച്ചത് കൊണ്ട് ഞാനത് പാറക്കെട്ടിൽ എഴുതി വെച്ചത്. അത് ഒരാളൊരു സഹായം ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത് എന്നുള്ളൊരു മോറൽ. ഇത് പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാ മിസ്സേ, എനിക്ക് ഇപ്പൊ ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ചെറിയ റെക്ടിഫിക്കേഷൻ ഉണ്ട്, ഞാൻ തിരുത്തിക്കോട്ടെ. ഓക്കെ. രണ്ടാമത്തെ ദിവസം അവർ രണ്ടിനും കൂടി നടന്നു പോകുമ്പോ എന്തായിരുന്നു, ആ കുട്ടി വീഴാൻ പോയി. അപ്പൊ അവന് കൈപിടിച്ച് സഹായിച്ചു. ആ ഒരു കാര്യമാണ് എന്ത് ചെയ്തത്, പാറയിൽ എഴുതി വെച്ചത്. അപ്പൊ നമ്മൾക്ക് ഒരാൾ സഹായം ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ളൊരു പോയിന്റ് അല്ലെങ്കിൽ എന്നൊരു കാര്യമാണ് അവിടെ പറയുന്നത്, കഥയിൽ നിന്ന് ആ മോറൽ എന്ന് പറയുന്നത്. ഓക്കെ. സഹായങ്ങൾ ചെയ്തിട്ടുള്ളത് മറക്കാൻ പാടില്ല. നമ്മൾ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ മറന്നു പോകാനായിരിക്കും നല്ലത്. ഓക്കെ, നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തല്ലോ. ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു മാം? ഞാൻ ആൽഫബറ്റ്സ് ചെയ്തതൊന്ന് കാണിച്ചപ്പോ. ഓക്കേടാ. കാണിച്ചോട്ടാ. ഓക്കെ മാം.
കാണുന്നുണ്ടോ? ക്യാമറ ഓൺ അല്ലല്ലോടാ. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും മുകളില്. ഓക്കെ, സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ചെയ്തോ അല്ലെങ്കിൽ ബ്ലാക്ക് ആണോ കാർഡ്? ബ്ലാക്ക് കാർഡില് ഒരു ഗിൽറ്റ് ഉള്ളതാണ്. ഓക്കെ, മനസ്സിലായി. ടച്ച് ചെയ്താൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊന്നും കേട്ടോ, അവന് കൊടുത്തോ, അവന് ട്രെയിൻ. ഓക്കെ. അവനിപ്പോ എത്ര വയസ്സായി? അവന് 1.5. 2 വയസ്സൊക്കെ ആവുമ്പോ കൊടുത്താ മതി. ഓക്കെ. അവൻ കുറുമ്പനാണ്. അവന് ഇക്കാകാരൊക്കെ ഉള്ള കാരണം ആക്റ്റീവ് ആണ് അവൻ. ആണോ? നല്ലതാ. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്, ഓർമ്മയുണ്ടോ? ആരെന്തൊന്നും റെസ്പോണ്ട് ചെയ്യാത്ത? എന്റെ ഓർമ്മയില് ഞാൻ നീറ്റ്സ് ആയിരുന്നു. നീറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ ടോപ്പിക് തന്നായിരുന്നു, അതിനെ കുറിച്ച് പറയുമായിരുന്നു. നീറ്റ്സ് ആയിരുന്നു അല്ലേ? സോറി, എനിക്ക് മറന്നുപോയതാ. നീറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ടോപ്പിക് മാം, ഞാൻ ആ നമ്പറിന്റെ 1 മിനിറ്റ് നോക്കട്ടെ കേട്ടാ. പേര് എഴുതിയിട്ടുണ്ട്. മാം, സബീന ആണ്. എനിക്ക് ആ പേപ്പർ 2 പ്രാവശ്യം കടയിൽ പോയിട്ടും കിട്ടിയില്ല. ഞാൻ ചുമ്മാ അല്ലാതെ ജസ്റ്റ് ഒന്ന് ചെയ്തായിരുന്നു. ഈ മറ്റേ കളർ പേപ്പർ ഇല്ലേ, മറ്റേ കട്ടിയുള്ള പേപ്പർ. ഇല്ല, 2 പ്രാവശ്യം പോയപ്പോഴും കിട്ടിയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ആ കളർ പേപ്പറിനകത്ത് ഒന്ന് ചെയ്ത് നമ്പറും ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രം. ഇനിയിപ്പൊ അത് കിട്ടുമ്പോ ഞാൻ എന്തോ പേപ്പറിന് ഷീറ്റും കിട്ടിയില്ല. ഇല്ല, ഞാൻ 2 പ്രാവശ്യം പോയപ്പോ കിട്ടിയില്ല. അവര് പറഞ്ഞു ഇപ്പൊ സ്കൂൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി, ഇപ്പൊ വരുമ്പം തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് ചുമ്മാ പേപ്പറിലൊന്ന് ചെയ്തായിരുന്നു. അത് കാണിച്ചു കേട്ടോ. ക്യാമറ മുകളിലാണ് റൊട്ടേഷൻ കൊടുക്കുന്നത്. ക്യാമറ മുകളിലായിട്ടാടാ, മുകളിൽ ഒരു ആരോ മാർക്ക് പോലെ. ഇങ്ങനെ ഓക്കേടാ. പിന്നെ ആൽഫബറ്റ്സും ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നതാണ് ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്ത് പല കളേഴ്സില്. സാൻഡ് പേപ്പറിൽ അത് ചെയ്യണോ കേട്ടോ? ഓക്കെ മാം. ഞാൻ ഇന്ന് എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ആൽഫബറ്റും പിന്നെ ഹൈജീൻ ഹാബിറ്റ്സും ചെയ്തിട്ടുണ്ട്. ഹൈജീൻ ഹാബിറ്റ്സ് അതല്ലേ ചെയ്യാൻ പറഞ്ഞ ഇന്നത്തെ ആക്ടിവിറ്റി? അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നീഡ്സിലല്ലേ ഹൈജീൻ ഹാബിറ്റ്സിനെ കുറിച്ച് ചാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹൈജീൻ ഹാബിറ്റ്സ് ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നവര് മെസ്സേജ് അയക്കുക കേട്ടോ. കാണിച്ചു മാം, 2-3 പേര് കാണിച്ചു. ഹൈജീൻ ഹാബിറ്റ്സ് കാണിച്ചോ? കാണിച്ചായിരുന്നു. എല്ലാരും കാണിച്ചില്ല, കുറച്ചു പേര് മാത്രം. അപ്പൊ നമ്മള് അത് കഴിഞ്ഞിട്ട് റോൾ ഓഫ് ഇമോഷൻസ് ഡിസ്കസ് ചെയ്തോ? അതിലെ കുറച്ച് പോയിന്റ് ഓരോരുത്തർക്കും തന്നിരുന്നു. 2-3 പേര് ഞങ്ങള് പറഞ്ഞിരുന്നു, ബാക്കിയുള്ളവരുടെ അടുത്ത് പറയാൻ ഈ ക്ലാസ്സിൽ പോയിന്റ് പറഞ്ഞു. ഹ്യൂമർ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഫിയർ പറയുമ്പോഴാണ് ടൈം കഴിഞ്ഞത്. ഫിയർ ആരാ പറഞ്ഞത്? ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് മാം. സൗഫിയ. ഫിയർ അല്ലേ? ഫിയർ. ഓക്കെ, പറഞ്ഞോടാ. Fear is a natural response that can serve as a protective mechanism, prompting individuals to avoid potential harm. In children, fears can arise from various sources, including a lack of affection or acceptance,
When children develop fears due to emotional needs not being met, providing love, acceptance, and emotional support can help alleviate these fears. Furthermore, unrealistic fears can be overcome through awareness and understanding of their unreality. Educational programs and activities play a crucial role in helping children overcome fears by offering concrete experiences and facilities that promote learning and understanding. By addressing the root causes of fear and providing supportive environments, caregivers and educators can help children develop healthy coping mechanisms and avoid unnecessary fears. Type of fears. Fears can be categorized into various types. First one, rational fears, irrational fears, phobias fears, social fears, developmental fears. Rational fears means fear based on the real threats or dangers. Irrational fear means fears not based on reality, often excessive or unreasonable. Phobias means intense, persistent fears of specific objects, situations, or activities. Social fears. Social fears means fears related to social interactions, evaluation, or judgment. Number 5, developmental fears. Fears that are typically at certain stages of development, such as fears of dangers in infancy. ഓക്കെ, എപ്പോഴാണ് നമുക്ക് ഈ ഫിയർ വരുന്നത്? നമുക്ക് ഈ ഫിയർ വരുന്നത് എപ്പോഴാണ്? നമുക്ക് എന്തെങ്കിലും ചെറിയ ഭയങ്ങൾ, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. ഒരു നമ്മുടെ കുട്ടികൾക്ക് അഫെക്ഷൻ കുറയുമ്പോൾ അല്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ വരുമ്പോഴാണ് ലാക്ക് ഓഫ് അഫെക്ഷൻ കാരണമാണ് ഫിയറുകൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അവര് കൂടുതലായിട്ട് ഭയപ്പെട്ടു തുടങ്ങും. അത് നമ്മൾ ചെറുപ്പത്തിലെ പാരന്റ്സ് എന്താണ്, നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട് കുട്ടികളെ, അല്ലെ? കുട്ടികൾ കുറുമ്പ് കാണിക്കുമ്പോൾ നമ്മൾ പറയും ഫോക്കസ് വന്ന് പിടിച്ചുകൊണ്ട് പോകും, അങ്ങനെ പറയാറുണ്ട്. പക്ഷെ അത് ഒരു പരിധിവരെ നല്ലതാണ്. പക്ഷെ ഫിയർ കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിനെ ഹാർംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യും. സോ ഫിയർ നമുക്ക് നോക്കാം. ഫിയർ എന്താണ്? A person in fear try to turn his back from the object of fear. സാധാരണ എന്താണ്, നമുക്ക് ഭയം ഉണ്ട്, ആ ഒരു ഒബ്ജക്റ്റിനോട് ഭയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തോട് ഭയം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകാനാണ് ചാൻസ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്, ഫേസ് ചെയ്യാണ് വേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ എനിക്ക് ആദ്യം ഹൈറ്റ് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ആ ഒരു പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അത് തന്നെ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളിൽ പോവാ, ഹൈറ്റ് കയറാ, സ്റ്റെപ്സ് കയറാ, അങ്ങനെയൊക്കെ ശീലിച്ചിട്ടാണ് എൻ്റെ ഒരു ഭയം മാറിയത്. എന്നുവെച്ചാൽ ഒരു 10th വരെയൊക്കെ സ്റ്റെയർ കയറാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പേടി എന്ന് വെച്ചാൽ ഭയങ്കര പേടി, ഞാൻ കയറില്ലായിരുന്നു. പിന്നെ അത് മാറ്റാൻ വേണ്ടി ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ഞാനത് മാറ്റിയെടുത്തത്. It often protect a person from the disaster or harm. Maybe അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഡിസാസ്റ്ററിൽ നിന്നോ ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നോ ഫിയർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. Fear which are not realistic may be overcome by awareness of unreality. എന്തുകൊണ്ട് നമുക്ക് ഭയം വരാൻ കാരണം നമുക്ക് ആ കാര്യത്തെ കുറിച്ച് നമുക്ക് ഉറപ്പില്ല. അൺറിയാലിറ്റിനെ കുറിച്ച് അൺസർട്ടൻ ആണ്, അത് എന്താന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഫിയർ വരുന്നത്. A child who has developed certain fear because he suffer from lack of affection require affection or acceptance. കുഞ്ഞു കുട്ടികളിൽ ഫിയർ വരാൻ കാരണം അവരെ അക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ ലാക്ക് ഓഫ് അഫെക്ഷൻ കാരണമാണ്. കുട്ടികൾ അമ്മമാര് ചെയ്യുന്നില്ല, നല്ല രീതിയിൽ നോക്കുന്നില്ല, അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അഫെക്ഷൻ കാണിക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഫിയർ അവർ കാണുന്നത് കോമൺ ആയിട്ട്. Educational program and other activities hence should try to provide concrete facilities and experience so that children and others may have same avoidable fear. നമുക്ക് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. പണ്ട് നിങ്ങൾക്ക് ഇടിമിന്നൽ പേടിയായിരുന്നു? എനിക്കൊരു പേടിയായിരുന്നു. നമ്മള് ഓക്കെ, പണ്ട് ഇടിമിന്നൽ വരുമ്പോ അമ്മ പറയുമായിരുന്നു, എന്റെ അമ്മയുണ്ട, അമ്മ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജുനനും കർണനും കൂടി യുദ്ധം ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പേടിക്കാതെ ശരി മുത്തിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എന്താണ് അർജുന ഫലങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി, അപ്പൊ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു എഴുത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്തുകൊണ്ടാണ് ഇടിമിന്നൽ വരുന്നത്, മേഘങ്ങൾ തമ്മിൽ ഇങ്ങനെ ബോർഡർ നടക്കുമ്പോ രണ്ടും കൂടി കൊളീഷനിലൂടെയാണ് ലൈറ്റും സൗണ്ട് എനർജി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ പ്രാർത്ഥിക്കാനൊന്നും നിന്നില്ല. ആ ഒരു ഫിയർ നമുക്ക് മാറി. അപ്പൊ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് നമ്മളുടെ ഒരു പരിധി വരെയുള്ള ഫിയേഴ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് ആങ്കർ, ദേഷ്യം, അല്ലെ? അത് ആർക്കാ തന്ന ടോപ്പിക്? എനിക്ക് മാം ശ്രുതി. ഓക്കെ, മോൻ ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല മാം.
പറഞ്ഞോട്ടെടാ ആങ്കർ. Definition of anger: having a strong feelings against someone who has beyond the badly, making you want to shout or them or hurt them. Meaning: anger is an emotion characterized by antagonisms towards someone or something you feel has deliberately done you wrong. Full form of anger. In a single word, it's an anchor, not an abbreviation or acronym that needs expanding. Anger refers to a strong feelings of displeasure and displeasure. Types of anger 12 types ഉണ്ട് മാം. എല്ലാം പറയണോ അല്ല മീനിങ്? ജസ്റ്റ് എന്താണ് ആങ്കർ എന്ന് മോന് തോന്നുന്നത് അത് മലയാളത്തിൽ ഒന്ന് മീനിങ് ആയിട്ട് പറഞ്ഞാൽ മതി. ഡെഫിനിഷൻ ഞാൻ റീഡ് ചെയ്തോളൂ. അല്ല, മലയാളത്തിൽ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് മാം. വെച്ചാൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടില്ല. ഞാൻ ടൈപ്സ് മാത്രം പറയാം ചെറുതായിട്ട്, അത് ഓരോ ഇത് മാത്രം പറയാം. ബിഹേവിയർ ആങ്കർ. ബിഹേവിയർ ആങ്കർ എന്ന് പറയുമ്പോൾ ഒരാള് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്തത് കാണുമ്പോൾ അതിനോട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് വരുന്ന ദേഷ്യം. പിന്നെ ക്രോണിക് ആങ്കർ, ഇറ്റ്സ് എൻ എമോഷണൽ സ്റ്റേറ്റ് ഇൻ വിച്ച് എ പേഴ്സൺ ഫീലിംഗ് കോണ്ടാക്ട് ഡോമിനേറ്റ്, അവരെ ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ള തോന്നൽ വരുമ്പോൾ ഒരു ആങ്കർ. പിന്നെ ജഡ്ജ്മെന്റ്, അവരിനെ തെറ്റിദ്ധരിച്ചു, നമ്മൾ ചെയ്യാത്ത ഒരു ഇതിനു വേണ്ടിയിട്ട് അവരിനെ തെറ്റിദ്ധരിച്ചു എന്നുള്ള രീതിയിൽ വരുന്ന ഒരു ദേഷ്യം. പിന്നെ ഹാപ്പിച്വൽ, ഇറ്റ് ഈസ് ആൻ often associated with temperament. It is felt frequently or ചിലർക്ക് വരുമല്ലോ മാം, എന്താ റീസണിനെ അറിയാണ്ട് ദേഷ്യം വരും, ഇത് കുറച്ച് കഴിഞ്ഞാൽ അത് മാറും, അങ്ങനെ വരുന്ന ദേഷ്യം. പിന്നെ സെൽഫ് അബ്യൂസീവ്സ്, നമ്മളോട് നമുക്ക് വരുന്ന ദേഷ്യം. ചിലവർക്ക് ആ ക്യാരക്ടർ ഉണ്ടാവും, നമുക്ക് ഞാൻ എല്ലാ തെറ്റും എന്റെ ഭാഗത്താണ്, എന്റെ ഭാഗത്തുനിന്നുള്ള ഒരു അങ്ങനെ വരുന്ന ദേഷ്യമാണ് സെൽഫ് അബ്യൂസീവ് ആങ്കർ. വേർബൽ ആങ്കർ, വാക്കുകൾ കൊണ്ട് അവരിനെ മറ്റുള്ളവരിനെയോ അല്ലെങ്കിൽ അവരിന് വേറെ ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും പറയുമ്പോൾ വരുന്ന ദേഷ്യം. വൊളൈറ്റൽ ആങ്കർ, ഇത് വന്നിട്ട് എക്സ്ട്രീം റേഞ്ച് ഓഫ് ആങ്കർ ആണ്. എല്ലാരും എല്ലാം നമ്മളോടാണ് മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വരുന്ന ഒരു തരം പ്രത്യേക ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ആങ്കർ ആണ് ഇത്. ഇതാണ് മാം ഞാൻ ഇതാക്കിയിരിക്കുന്നത്. ഓക്കെ, ആങ്കർ എന്ന് പറയുന്നത് ദേഷ്യം അല്ലേ, നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ്. ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ, നമുക്കൊരു കൺട്രോൾ ഉണ്ടാവില്ല. എനിക്കും അതെ, ആദ്യമൊക്കെ ഞാൻ ദേഷ്യം വരുമ്പോൾ ഞാൻ ചിലപ്പോ കുട്ടികളുടെ അടുത്ത് പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു, എന്റെ മക്കളുടെ. പക്ഷേ മോണ്ടിസോറിയിൽ വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് അവരുടെ ഇമോഷൻസിന് കൊടുത്തു തുടങ്ങി. മോണ്ടിസോറിയിൽ വന്നതിന് ശേഷം എന്താണ്, കുട്ടികളുടെ ഇമോഷൻസിന് നമ്മൾ കുറച്ചുകൂടി വാല്യൂ കൊടുത്തു തുടങ്ങിയത് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ ഓരോ പ്രാവശ്യം അവർ വഴക്ക് പറയുമ്പോൾ അവരെന്നിൽ നിന്ന് കുറച്ചും കൂടി അകന്നു പോവാണ്. ഇനി ഞാൻ പിന്നെ എനിക്ക് ദേഷ്യം വരുന്ന സാഹചര്യങ്ങൾ മാക്സിമം കുട്ടികളാണല്ലോ, അവരെന്തായാലും ദേഷ്യം വരുന്ന സാഹചര്യം ഉണ്ടാക്കും. പക്ഷെ ഞാൻ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ഔട്ട്. അപ്പൊ ആ ദേഷ്യം ഞാൻ മാക്സിമം ഒരു തമാശ രീതിയിൽ അവരോട് പറയും. എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ പോലും അതൊരു തമാശ രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ആങ്കർ എന്ന് പറയുമ്പോൾ സാധാരണ എവരിഡേ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നതാണ്. മാക്സിമം അത് കുട്ടികളിലേക്ക് നേരിട്ട് അതുകൊണ്ട് അഫക്ട് ചെയ്യുന്ന രീതിയിൽ അത് പറയാതെ പെട്ടെന്ന് അവരെ വഴക്കൊക്കെ പറയുകയാണെങ്കിൽ അത് ഇമോഷണലി അവരെന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ബാഡ്ലി അത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പോലും ദേഷ്യത്തോടെ ഒന്നും പറയാതിരിക്കാൻ നോക്കാം. ദേഷ്യം ഉണ്ട്, ഇപ്പൊ നമുക്ക് വഴക്കിടുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ പോലും മാക്സിമം കുട്ടികൾ അവിടെ നിന്ന് എന്താണ് മാറ്റാനായിട്ട് ശ്രമിക്കാം. There are many circumstances in everyday life for crucial of anger. Cause of anger are varied and innumerable. Some of them may be rejection of the child wish. Maybe കുട്ടികളാണല്ലോ, അവരുടെ വിഷ് സമ്മതിച്ചു കൊടുക്കില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യം വരും ഇല്ലേ. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, കടകളുടെ മുമ്പിൽ കടന്ന് കരഞ്ഞിട്ടുള്ളതാണ്. ഇന്ന കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് ബഹളത്തിച്ചിട്ടുള്ള കുട്ടികൾ ആർക്കൊക്കെ ഉണ്ട്, എന്റെ മോളിൽ ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് ഹസ്ബൻഡ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്, ആള് എല്ലാ വാശിയൊന്നും സമ്മതിക്കില്ല. അപ്പൊ എന്നോടും പറയും, നീ നോക്കണ്ട, അവൾക്ക് വേണ്ടതാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ട് ഫസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് വാശി പിടിക്കുമായിരുന്നു. പക്ഷെ ഹസ്ബൻഡ് വാങ്ങിച്ചു കൊടുക്കൂല. പക്ഷെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുകയാണ്, ഇപ്പം ആൽഫബറ്റ്സിന്റെ എന്തെങ്കിലും കാർഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവൾക്ക് ഓക്കെ ആണ്, അവൾ കറക്റ്റ് ആയിട്ടാണ് സെലക്ട് ചെയ്യണമെങ്കിൽ മേ ബി അത് വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ ചൈൽഡ് വിഷന് റിജക്ഷൻ വരുമ്പോൾ കുട്ടികൾ ആങ്കർ കാണിക്കാറുണ്ട്. ഡിഫിക്കൽട്ട് അസൈൻമെന്റ് ബിയോണ്ട് ഹിസ് എബിലിറ്റി ട്രൈ സം ജോബ്സ്. നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ജോബുകൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർ ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട്.
പിന്നെ അൺഇൻട്രസ്റ്റിംഗ് ലെസൺ. ഇപ്പോ അൺഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെസൺ വരുമ്പോ കുട്ടികൾ ചിലപ്പോ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളും അതേപോലെ പറയാറില്ലേ, ഒരു ദേഷ്യം കാണിക്കാറുണ്ട്. ഇൻഫ്ലുവൻസ് വിത്ത് സെറ്റ് ഓഫ് ഹാബിറ്റ്സ്. നമുക്കൊരു ഹാബിറ്റ്സ് ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ ഇൻഫ്ലുവൻസ് അതിന് തടസ്സങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ റിയൽ ഓർ ഇമാജിനറി ഫേവറിറ്റിസം ഓൺ ദ പാർട്ട് ഓഫ് പാരന്റ്സ് ഓർ ടീച്ചേഴ്സ്. ചിലപ്പോൾ ടീച്ചേഴ്സ് ഫേവറിറ്റിസം കാണിക്കുകയാണ്. അപ്പൊ അങ്ങനെ കാണിക്കുമ്പോൾ നമുക്കൊരു ദേഷ്യം വരും, ആ കുട്ടിനോട് ചെറിയ ദേഷ്യം വരും. ഓർ പാരന്റ്സ് ഇപ്പൊ മൂത്ത കുട്ടിനേക്കാളും ഇമ്പോർട്ടൻസ് ഇളയ കുട്ടീനെ കാണിക്കുമ്പോൾ അപ്പൊ മൂത്ത കുട്ടിക്ക് മേ ബി ഇളയ കുട്ടീനോട് ഒരു ദേഷ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ മാക്സിമം പാരന്റ്സ് ശ്രമിക്കുക. മൂത്ത കുട്ടികളും ഇളയ കുട്ടികളും തമ്മിൽ അങ്ങനെ ഒരു ക്ലാഷ് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്റെ മോള് അവളിപ്പോ 4 years ആയി, 4 years കഴിഞ്ഞു. അപ്പം മോനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യില്ല നമ്മള്, വാവേ കുഞ്ഞ, അവൻ ചെറുതാണ്, 2.5 ആയിട്ടുള്ളൂ. അപ്പൊ അവനെ കളിപ്പിക്കുന്ന സമയത്ത് അവള് ചോദിക്കും, എന്റെ അടുത്ത് ചോദിക്കും, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ, അവനോട് എന്തോരം ചിരിച്ച സംസാരിക്കണേ, എന്താ എന്നെ ഇഷ്ടമല്ലാത്തെ? അത് അവരുടെ മനസ്സിൽ അങ്ങനെ ഫീൽ ചെയ്യാം. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അടുത്ത് മാറ്റി വെച്ചിട്ട് അതേ രീതിയിൽ തന്നെ അവളെയും അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യും, തമാശയൊക്കെ പറഞ്ഞ് കളിക്കുകയും അതേപോലെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൾ ഓക്കെയാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഫേവറിറ്റിസം കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക. അറ്റാക്ക് ഓൺ സെൽഫ് റെസ്പെക്ട്. അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ നോക്കുക. അവരത് എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ചെയ്തില്ല നമ്മൾ ഓക്കെയാണ്, നീ ചെയ്തില്ലെന്ന് പറഞ്ഞ് വഴക്ക് പറയാതിരിക്കാൻ നോക്കാം. മേ ബി ഫിസിക്കൽ ഇൽനെസ് ഉണ്ട്, പിന്നെ ഫാഗ്യൂർ ഹങ്കർ ഒക്കെ വരുമ്പോൾ കുട്ടികൾ ആങ്കർ കാണിക്കാറുണ്ട്. വിശന്ന് കഴിഞ്ഞാല് കുറുമ്പ് കാണിക്കും കുട്ടികൾ ഇല്ലേ, കുറുമ്പ് ദേഷ്യം കാണിക്കാറുണ്ട്. എന്റെ കുട്ടി കാണിക്കാറുണ്ട് കേട്ടോ, വിശന്ന ആളെ പിടിച്ചു കിട്ടൂല. വേറെ എന്തോ അവളൊക്കെയാണ്, വിശന്ന് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമായിരിക്കും, നമ്മളൊക്കെ പിടിച്ച് തല്ലേക്ക് ചെയ്യും. ഫുഡിന്റെ കാര്യത്തിൽ ആൾ കൺട്രോളബിൾ അല്ല. ഓക്കെ, ദെൻ ഒരു മിനിറ്റ്. Okay. It should be noted that planning the lesson should be considered children's interest, span of attention, ability level in order to avoid resistance. കുട്ടികള് ലെസൺ ഒരു പുതിയ ലെസൺ ആണ്, ഇതിൽ ടഫ് ആയിട്ടുള്ള ലെസൺ ആണ് നമ്മൾ എടുക്കണമെങ്കിൽ ആ ലെസൺ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനനുസരിച്ച് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുമോ, എങ്ങനെ അത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. നിങ്ങൾക്ക് അറിയുമെന്ന് അറിഞ്ഞൂടാ, ഈ നീഡ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടല്ലോ. നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു പാർട്ടിലേക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കഴിഞ്ഞാൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നീഡ് എന്നാണ് സാധാരണ പറയാറ്. സാധാരണ മിക്ക ടീച്ചേഴ്സ് അത് എടുക്കുമ്പോൾ അങ്ങനെ പറയാറുണ്ട്, ടഫ് ആണ് പോർഷൻ എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ ചെയ്യാറെന്ന് പറഞ്ഞാല് നീഡ് എന്ന് പറയുന്ന ചാപ്റ്റർ വരുമ്പോൾ ഞാൻ കുറച്ച് ആക്ടിവിറ്റീസ് ഇപ്പൊ സെമിനാർ രൂപേണൊക്കെ ആയിരിക്കും ടോപ്പിക്ക് ഷെയർ ചെയ്തത്. സോ നമ്മൾ ലെസൺ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അത് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാം. കുട്ടികളുടെ ഭാഗത്തുനിന്നുള്ള പാർട്ടിസിപ്പേഷനും കൂടി അതിൽ ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ലെസൺ പ്ലാൻ ചെയ്യാം. നിങ്ങൾ ഇനി പഠിപ്പിക്കാനൊക്കെ പോകുമ്പോൾ ഒരു ടോപ്പിക് വരാണ്, അത്ര ഹാർഡാണ്, എനിക്ക് ടഫ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടേതായ രീതിയിൽ അത് എന്ത് ചെയ്യാൻ സിമ്പിൾ ആക്കാനായിട്ട് ശ്രമിക്കാം. ഫേംസ് ബട്ട് ഇംപാർഷ്യൽ ടീച്ചേഴ്സ് ടു ഡു ബെറ്റർ ജോബ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ടീച്ചേഴ്സിന് നല്ല രീതിയിൽ ആ ജോബ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിമിനേഷൻ ഈസ് റെസിസ്റ്റഡ് മോസ്റ്റ് ബൈ ദി ചിൽഡ്രൻസ് ആസ് അഡൽട്ട്. ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല കേട്ടോ, കുട്ടികളെ വേർതിരിച്ച് കാണാൻ പാടില്ല. Both teachers and parents can help the child in developing healthy philosophy of the life by providing them with the knowledge of different ideas and value system through useful discussion and reading on problems that arise by him. അപ്പൊ നമ്മള് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ടീച്ചേഴ്സും പാരന്റ്സും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് കുട്ടിയുടെ ഹെൽത്തി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട നോളജും വാല്യൂസ് ഐഡിയാസ് ഒക്കെ നമ്മൾ അവരുടെ ലൈഫിൽ പ്രൊമോട്ട് ചെയ്യാം. Both must help the child develop healthy peer age group and friendship. അപ്പൊ ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ ഇപ്പൊ കുട്ടികളിൽ പിയർ ഏജ് ഗ്രൂപ്പ്സ് അവരുടേതായ കളിക്കൂട്ടുകാരുണ്ടാവുമല്ലോ, ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ സപ്പോർട്ട് ചെയ്യാം. The child who get affection, അപ്പൊ അഫെക്ഷൻ കിട്ടുകയാണെങ്കിൽ ആൻഡ് എൻകറേജ്മെന്റ് ഡെവലപ്പ് ചെയ്യും ഗുഡ് പേഴ്സണാലിറ്റി. അപ്പൊ നല്ല അഫെക്ഷനും നല്ല എൻകറേജ്മെന്റും നല്ല അക്സെപ്റ്റൻസോട് കൂടി കുട്ടി വളരാണെങ്കിൽ നല്ലൊരു പേഴ്സണാലിറ്റിയിലേക്കായിരിക്കും കുട്ടി എന്ത് ചെയ്യുന്നത്, വളരുന്നത്. നല്ലൊരു സ്വഭാവമുള്ള നല്ലൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ആ കുട്ടി മാറും. ദെൻ ഇനി വരുന്ന നീഡാണ് നമ്മള് സൈക്കോളജിക്കൽ നീഡ് കഴിഞ്ഞു. ദെൻ പറയാൻ പോകുന്നതാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് ആണ്. സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സിൽ 3 നീഡ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ലവ് ആൻഡ് സെക്യൂരിറ്റി. ഒരു കുട്ടീനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്നേഹം അല്ലെ.
നമ്മൾ സ്നേഹമുണ്ട്, ചില പാരന്റ്സ് അങ്ങനെയാണ്, സ്നേഹമുണ്ട് പക്ഷെ ഞാൻ പ്രകടിപ്പിക്കില്ല കാരണം കുട്ടി വഷളായി പോവില്ലേ, അതുകൊണ്ട് ഞാൻ പ്രകടിപ്പിക്കില്ല. പണ്ടത്തെ ആൾക്കാർ അങ്ങനെയായിരുന്നു കേട്ടോ. ഇന്നത്തെ പക്ഷെ പാരന്റ്സ് കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടും അവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, സ്നേഹം എങ്ങനെയാണോ പ്രകടിപ്പിക്കുന്നത് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രകടിപ്പിക്കുക. എന്നാൽ മാത്രമാണ് അവർക്ക് ഫീൽ ഓഫ് സെക്യൂരിറ്റി ഫീൽ ചെയ്യുള്ളൂ, നമ്മളുടെ ഇടയിൽ നല്ല രീതിയിൽ സെക്യൂരിറ്റി ഫീൽ ചെയ്യും, നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുള്ളൂ. ഓക്കെ, നമ്മൾ പറയുന്ന ലവ് ആൻഡ് സെക്യൂരിറ്റി. പിന്നെ ഇൻഡിപെൻഡൻസ്, കുട്ടികൾ അവരവരുടേതായ ഏജ് അപ്രോപ്രിയേറ്റ് ടാസ്കുകൾ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം. കാരണം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളായിരിക്കും, ചെറിയ ചെറിയ ടാസ്കുകളായിരിക്കും, ബട്ട് അത് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയാണെങ്കിൽ അവർ ഇൻഡിപെൻഡന്റ് ആകും ചെറുപ്പത്തിലേ തന്നെ. പിന്നെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്, അവന്റെ എന്താ പറയാ, അവന്റെ ഡെവലപ്മെന്റ്, ഓവറോൾ ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്. കുട്ടി വളർന്നു വരുന്ന സൊസൈറ്റി അതേപോലെ അവരുടെ ഇമോഷണൽ എൻവയോൺമെന്റും അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് ആണ് ലവ് ആൻഡ് സെക്യൂരിറ്റി. ദീസ് ആർ ടു മെയിൻ ഫാക്ടേഴ്സ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ഹെൽത്തി ഗ്രോത്ത് ഓഫ് ദ മൈൻഡ്. നമ്മുടെ മൈൻഡിന്റെ ഹെൽത്തി ഗ്രോത്തിനെ അഫക്ട് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ് ആണ് ഇത് ലവ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയണേ. ഇറ്റ് ഈസ് നെസസറി ഫോർ എ ചൈൽഡ് ടു ഹാവ് എ ഫീലിംഗ് ഓഫ് ബീങ് വാണ്ടഡ് ആൻഡ് റിക്വയർഡ് ബൈ അതേഴ്സ്. നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ വേണം അല്ലെ. അപ്പൊ ആ ഫീലിംഗ് ഓഫ് വാണ്ടഡ്, എന്നെ അവർക്ക് വേണം അല്ലെങ്കിൽ എന്റെ പാരന്റ്സ് തന്നെ വേണം, റിക്വയർഡ് ബൈ അതേഴ്സ്, എ സേഫ് ഫീലിംഗ് ആണ് കുട്ടികൾ അത് വരുന്നത്. that he or she has a certain place in the family and society. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഫാമിലിയിൽ അവരുടെ സൊസൈറ്റിയിൽ ഒരു പ്ലേസ് ഉണ്ട് എന്നുള്ളൊരു ഉറപ്പാണ്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ പാരന്റ്സ്. പേഷ്യൻസ് എന്നാണോ അത് നിങ്ങളുടെ ആണോ? ആണല്ലേ, അത് മാറ്റിക്കോട്ടെ, പാരന്റ്സ് എന്നാണ്. അത് എഡിറ്റ് ചെയ്തേക്ക്, പാരന്റ്സ് എന്നാക്കിക്കോട്ടോ. ഓക്കെ. And a friendly attitude on the part of the parents and teachers together with the proper guidance whenever required contribute strongly in developing self-confidence. നല്ല രീതിയിൽ പാരന്റ്സും ടീച്ചേഴ്സും ഫ്രണ്ട്സ് ഒക്കെ നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണ് അവർക്കെങ്കിൽ. പേഷ്യൻസ് എന്നായിരുന്നില്ല, മാം ആ പേഷ്യൻസ് ദയ എന്നുള്ള പേഷ്യൻസ് ആണ് എന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായിട്ടാ, ഞാൻ പെട്ടെന്ന് റീഡ് ചെയ്തപ്പോ പേഷ്യൻസ് എന്നാക്കാട്ടെ. പേഷ്യൻസ് നമ്മൾ ക്ഷമയില്ലേ, ദയാണോ? അത് രണ്ടിലേതോ ഒന്നാണ്. ദയോ ക്ഷമ. ഓക്കെ, ക്ഷമ പേഷ്യൻസ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും നല്ല പേഷ്യൻസും നല്ല ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് ആണ് പാരന്റ്സിന്റെ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നെങ്കിൽ, ടീച്ചേഴ്സിന്റെ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് അവർ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യാനും നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കാൻ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് പറ്റും. നല്ല സെൽഫ് കോൺഫിഡൻസ് ഉള്ള, നല്ല പോസിറ്റീവ് സെൽഫ് ഇമേജ് ഉള്ള, ഇമോഷണൽ സെക്യൂരിറ്റി ഉള്ള നമ്മുടെ സൊസൈറ്റിയിൽ ഹ്യൂമൻ ബീങ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എന്താ പറഞ്ഞത്, നല്ല ലവ് ആൻഡ് സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ലവ് ആൻഡ് സെക്യൂരിറ്റി. നമ്മൾ കുട്ടികളോട് സ്നേഹം കൊടുത്താൽ തന്നെ അവർ ഫീൽ ഓഫ് സെക്യൂരിറ്റി, അവർക്ക് ആ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്തോളും. അതേപോലെ നല്ല അണ്ടർസ്റ്റാൻഡിങ്, പേഷ്യൻസ് ആൻഡ് ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് ഓഫ് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും പാരന്റ്സിന്റെ ഭാഗത്തുനിന്നും നല്ലൊരു ആറ്റിറ്റ്യൂഡ്, അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ തന്നെ കുട്ടികളിൽ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു സെൽഫ് പോസിറ്റീവ് ഇമേജ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇമോഷണൽ സെക്യൂരിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. അവർക്ക് സൊസൈറ്റി ആയിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റബിൾ ആയിരിക്കും. സെൽഫ് കൺട്രോൾ ഉണ്ടാവും. കുട്ടിയുടെ ഇമോഷൻസ് അവന് തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് ഇൻഡിപെൻഡൻസ്. Depending their own ability, children should be prompted to think independently and carry out the task, of course, under the adult supervision. കുട്ടികൾ അവരുടേതായ ആക്ടിവിറ്റീസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ അവരെ എന്തെങ്കിലും പ്രോത്സാഹിപ്പിക്കണം. ഇത് ജസ്റ്റ് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആയിരിക്കും. ചെറുപ്പത്തിൽ ശീലിച്ചു കഴിഞ്ഞാൽ അത്രയും പ്രശ്നമൊന്നുമില്ല. മുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മാറ്റം വരുത്താനായിട്ട് പറ്റില്ല. അപ്പൊ കുഞ്ഞു കുട്ടികളുള്ളവര് അവർക്ക് നമുക്കറിയാൻ പറ്റുമല്ലോ, പാരന്റ്സിന് അറിയാൻ പറ്റുമല്ലോ കുട്ടികൾക്ക് എന്തെല്ലാം ആക്ടിവിറ്റീസ് ഇൻഡിവിജ്വലി ചെയ്യാൻ പറ്റും. ജസ്റ്റ് ചിലപ്പോ ടൈം ടേബിൾ അനുസരിച്ച് ബുക്ക് അറേഞ്ച് ചെയ്യാനായിരിക്കും, ഓർ മേ ബി
ഇപ്പൊ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ടിഫിൻ അല്ലെങ്കിൽ സ്നാക്സ് അല്ലെങ്കിൽ ഫുഡൊക്കെ എടുത്ത് ബാഗിലേക്ക് എങ്ങനെയാണ് വെക്കേണ്ടത്, വാട്ടർ ബോട്ടിൽ എങ്ങനെ എടുത്ത് വെക്കണം, പ്രോപ്പർ ആയിട്ട് എങ്ങനെ ബട്ടൺസ് ഇടണം, അല്ലെങ്കിൽ ഷൂ ലേസ് എങ്ങനെ കെട്ടണം, ടൈ എങ്ങനെ കെട്ടണം എന്നുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ടാസ്കുകളായിരിക്കും. പക്ഷെ അതെല്ലാം അവർ തനിയെ ചെയ്യിക്കാൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ശീലിപ്പിക്കുക തന്നെ വേണം. അടുത്ത അഡൽട്ട് സൂപ്പർവിഷൻ, മുതിർന്ന ഒരാളുടെ സൂപ്പർവിഷനോട് കൂടി നമ്മൾ എന്ത് ചെയ്യും, കുട്ടികളെ കൊണ്ട് ഓരോ ടാസ്കുകൾ ചെയ്യിപ്പിക്കുക. ദിസ് ഓൾസോ ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് കോൺഫിഡൻസ് ഇൻ ചിൽഡ്രൻസ്. അപ്പൊ കുട്ടികളിൽ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് ആണ്. A healthy social and emotional environment is necessary for smooth and healthy emotional development of the child. ഒരു കുട്ടിയുടെ നല്ല ഹെൽത്തി സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് ഇത്, അവൻ വളർന്നു വരുന്ന സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്. The child see is also important. കുട്ടി എന്താണ് കാണുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവന്റെ സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്, അപ്പൊ അതെല്ലാം അവരെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഡ്രങ്ക്നെസ്, quarrels at home, racial, class discrimination, antisocial activities, violence in society, end in the feeling of frustration, rejection, fear, and non-adjustment in children, and often may even result in antisocial behavior in children. ഇപ്പൊ കുട്ടികളെ എപ്പോഴും കാണുന്നത് ലഹരിക്ക് അടിമപ്പെട്ട ഒരു സമൂഹമാണ്. എപ്പോഴും വീടുകളിൽ ഭയങ്കര തർക്കമാണ്, പിന്നെ വർഗ വിവേചനം കാണുന്നുണ്ട്, ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് കാണുന്നുണ്ട്. സൊസൈറ്റി അവർ ജനിച്ചു വീണെന്ന് മുതൽ സൊസൈറ്റി ഫുൾ വയലൻസ് ആണ് കാണുന്നത്, ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷൻസ് കാണുന്നുണ്ട്, റിജക്ഷൻ കാണുന്നുണ്ട്, ഫിയർ, നോൺ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെയാണ് അവർ കണ്ട് വളർന്നു വരുന്നെങ്കിൽ ദാറ്റ് മേ അഫക്ട്സ് എന്താണ് സോഷ്യൽ ബിഹേവിയർ. ആ കുട്ടിയുടെ ബിഹേവിയറിനെ അത് അഫക്ട് ചെയ്യും. അവൻ മേ ബി ആന്റി സോഷ്യൽ ബിഹേവിയർ വരാനുള്ള ഒരു കാരണമാകുന്നത്. അപ്പൊ ഒരു കുട്ടി എന്താണ് സമൂഹത്തിൽ കാണുന്നത് എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൊസൈറ്റി നമ്മൾ സൊസൈറ്റിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ് നല്ലൊരു സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുക, കുട്ടികൾക്ക് വളർന്നു വരാൻ പറ്റുന്ന നല്ലൊരു ഗുഡ് ആൻഡ് നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ആർക്കുണ്ട്, ടീച്ചേഴ്സിനും പാരന്റ്സിനും ഉണ്ട്. ഇതാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സിൽ ലവ് ആൻഡ് സെക്യൂരിറ്റി, ഇൻഡിപെൻഡൻസ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഇതിൽ ആരൊക്കെയുണ്ട് കൊമേഴ്സ് സ്റ്റുഡൻസ്? കൊമേഴ്സ് എന്നല്ല, മേ ബി മിക്ക കുട്ടികളും പഠിച്ചിട്ടുണ്ടാവും. കൊമേഴ്സ് ആരൊക്കെയുണ്ട്? ഓക്കെ, മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കി ഓർമ്മയുണ്ടോ? മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കി ഓർമ്മയുണ്ട് മാം. അതിനാരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഓർമ്മയുണ്ട് മാം, ഓർമ്മയുണ്ട്. ഓക്കേടാ, മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സ്, അത് നമ്മൾ പഠിച്ചത് മിക്കവാറും എന്താ പറയാ, നമ്മുടെ പ്രിയോറിറ്റീസ് അനുസരിച്ചിട്ട് വേണം നീഡിനെ അറേഞ്ച് ചെയ്യാൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത് ആദ്യം, പിന്നെ ഇപ്പൊ കാറ് വേണം അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ച് ലക്ഷൂറിയസ് ആണ്, അത് അവസാനത്തേക്ക് വെക്കണം. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളുടെ പ്രിയോറിറ്റി അനുസരിച്ച് നീഡിനെ അറേഞ്ച് ചെയ്യണം. അങ്ങനെയാ പഠിച്ചിട്ടുള്ളത്. നോക്കാട്ടെ, ഞാനൊരു ഇമേജ് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഇമേജിൽ അധികം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, ഞാൻ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ട് കേട്ടാ. ഓക്കെ, ആദ്യം വരുന്ന നീഡ് ഏറ്റവും താഴത്തുനിന്നാണ് നമ്മൾ മുകളിലേക്കാണ് നീഡ്സ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ നീഡാണ്. ഏതാണത്? ഫസ്റ്റ് നീഡ് ഏതാണ്? ഫിസിയോളജിക്കൽ നീഡ്സ്. ഫിസിയോളജി. ഓക്കെ, ഫിസിയോളജിക്കൽ നീഡ്സ് എന്നാണ് പറയാറ്. ഓക്കെ, മേ ബി ഫിസിയോളജിക്കൽ നീഡ്സ് എയർ, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, സ്ലീപ്പ്, ക്ലോത്തിങ്, റീപ്രൊഡക്ഷൻ, ഇതെല്ലാം നമ്മളുടെ ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സേഫ്റ്റി നീഡ്സ് ആണ്. പേഴ്സണൽ സെക്യൂരിറ്റി, എംപ്ലോയ്മെന്റ്, റിസോഴ്സ്, ഹെൽത്ത്, പ്രോപ്പർട്ടി ഒക്കെയാണ് എവിടെ വരുന്നത്? സേഫ്റ്റി നീഡ്സിൽ വരുന്നത്. ലവ് ആൻഡ് ബിലോങ്നെസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫന്റിനെ സംബന്ധിച്ച് വെച്ചാൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് ലവ് ആൻഡ് ബിലോങ്നെസ്. നമുക്ക് സ്നേഹം, ഇഷ്ടം, ഫാമിലി, സെൻസ് ഓഫ് കണക്ഷൻ, ഫ്രണ്ട്ഷിപ്പ് എല്ലാം വേണം. എക്സ്റ്റീം നീഡ്സിലേക്ക് വരുമ്പോൾ റെസ്പെക്ട് ആണ് വരുന്നത്. സെൽഫ് എക്സ്റ്റീം, സ്റ്റാറ്റസ്, റെക്കഗ്നേഷൻ, സ്ട്രെങ്ത്, ഫ്രീഡം ഒക്കെ എവിടെ വരുന്നതാണ്? എക്സ്റ്റീം നീഡ്സിൽ വരുന്നതാണ്. നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ്. ദെൻ ലാസ്റ്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഡിസേർവ് ടു ബിക്കം ദ മോസ്റ്റ് ദാറ്റ് വൺ ക്യാൻ ബി. നമ്മൾ ആരായി തീരണം എന്നുള്ളതൊക്കെ നമ്മുടെ ലക്ഷ്യം എന്താണ്, അതാണ് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കിവിടെ 5 നീഡ്സ് ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഈ നീഡ്സിന്റെ പേര് പഠിച്ചാൽ മതി. സൈക്കോളജിക്കൽ നീഡ്സ്, ഓക്കെ, നീഡ് ഫോർ സെക്യൂരിറ്റി, നീഡ് ഫോർ ബിലോങ്നെസ്, അതാണ് നമ്മൾ അവിടെ പറഞ്ഞത് എന്തായിരുന്നു?
ലവ് ആൻഡ് ബിലോങ്നെസ് നീഡാണ്. നീഡ് ഫോർ ഫീലിംഗ് കോമ്പീറ്റന്റ് എക്സ്റ്റീം നീഡാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. മേ ബി ഇത് എക്സ്റ്റീം നീഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, സെയിം പേരുകളാണ്, നമ്മളത് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് രീതിയിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു ഹൈറാക്കി ഒന്ന് വരച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക്? ആ ഒരു പേജില് സൈഡിലാക്കി ഒരു ഹൈറാക്കി Yes, ma'am. ഒന്ന് വരച്ചെടുക്കോ? എക്സാമ്പിൾസും എഴുതിക്കോ കേട്ടോ. മിസ്സേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മിസ്സേ? ഇതിനെ നമ്മൾ സൈക്കോളജിക്കൽ എന്ന് പ്രൊനൗൺസ് ചെയ്യില്ലല്ലോ മിസ്? കാരണം ഇത് അന്നൊരു ദിവസം ഇതുപോലെ അത് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ സൈക്കോളജിക്കൽ എന്ന് വായിച്ചപ്പോ എന്റെ ടീച്ചർ കറക്റ്റ് ചെയ്തൊരു ഓർമ്മയുണ്ട്. കാരണം ഫിസിയോന്ന് തന്നെയാ കറക്റ്റ്. നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ, ഭക്ഷണം, വെള്ളം പോലെയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ, അങ്ങനെയല്ലേ? ഇതിൽ സൈക്കോളജിക്ക് ബന്ധമില്ലല്ലോ. ഇല്ലടാ, ഫിസിയോളജിക്കൽ തന്നെയല്ലേ, ഞാൻ റെക്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ മാം, ഓക്കെ. നോക്കാട്ടോ, സൈക്കോളജിക്കൽ ഫിസിയോളജിക്കൽ നീഡ്സ് തന്നെ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ മകൻ തന്നെയല്ലേ പറഞ്ഞത് ഫിസിയോളജിക്കൽ നീഡ്സ് നമ്മൾ ഡിസ്കസ് മിസ് ചെയ്തല്ലോ. രണ്ടാമത് വായിച്ചപ്പോ സൈക്കോളജിക്കൽ എന്നാ വായിച്ചേ. സോറിടാ, അത് മേക്ക് മിസ്റ്റേക്ക് ആയിരിക്കാം. ഞാൻ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് ഉദ്ദേശിച്ചത്. Then നമ്മൾ നീഡ്സിലേക്ക് വരാണ്. Hierarchy of needs. We have seen in this that children have different needs. നമ്മൾ കുട്ടികളുടെ നീഡ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. Some of these are എന്താണ് physiological requirements which are essential to survive. ഇതില് ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്സ് പറയുന്നുണ്ട്. ഒരു വ്യക്തിക്ക് സർവൈവ് ചെയ്യാനായിട്ട് വേണ്ട ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. These are also called primary requirements. ഇത് നമ്മൾ പ്രൈമറി റിക്വയർമെന്റ്സ് എന്ന് പറയുന്നുണ്ട്. Include the needs for satisfying hunger, thirst ഒക്കെയാണ്. വിശപ്പ്, ദാഹം എന്നുള്ളതൊക്കെയാണ് ഇവിടെ വരുന്നത്, നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത്. ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഫസ്റ്റ് നമ്മൾ എന്താണ്, ഫുഡും ഷെൽട്ടർ ഒക്കെയാണ് നമ്മൾ ഫുഡും എന്താ പറയാ വാട്ടർ ഒക്കെയാണ് ആദ്യം വരുന്നത്. സാറ്റിസ്ഫൈങ് ഹങ്കർ, തേഴ്സ്റ്റ്. When these needs are fulfilled, okay, physiological needs fulfill ചെയ്തു. When these needs are fulfilled, the child looks towards satisfying her safety needs. Next need ആയിട്ടുള്ള സേഫ്റ്റി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, സേഫ്റ്റി നീഡ്സിലാണ് എന്തൊക്കെ വരുന്നത് നമ്മൾ പറഞ്ഞല്ലോ. പേഴ്സണൽ സെക്യൂരിറ്റി, ഹെൽത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടീനെ സംബന്ധിച്ച് സേഫ്റ്റി നീഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ഹൈറാർക്കി ആർ ലവ് നീഡ്സ്. അല്ലെങ്കിൽ നീഡ് ഫോർ അഫെക്ഷൻ. നമ്മുടെ മൂന്നാമത്തെ നീഡാണ് എന്ത്, അഫെക്ഷൻ അല്ലെങ്കിൽ ലവ് നീഡ് എന്നൊക്കെ പറയും. നീഡ് ഫോർ അഫെക്ഷൻ ആണ് പറയുന്നത്. അതെവിടെ വരുന്നത്, ലവ് ആൻഡ് ബിലോങ്നെസ് ആണ്. ബിലോങ്നെസ് എന്ന് പറയാറുണ്ട് കേട്ടോ, ബിലോങ്നെസ്. മിസ് സബീന ആണ് മിസ്. ഇതിനകത്ത് സാഡ്നെസ്സിനെ കുറിച്ച് നമ്മൾ ടെക്സ്റ്റ് ചെയ്തില്ല, പക്ഷെ എന്നോട് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഹലോ, സാബിന എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ കഴിഞ്ഞിട്ട് പറയാം എന്നാ വിചാരിച്ചത്.
ഇത് കഴിഞ്ഞത് ഞാൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ആ 2 ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ എഴുതാൻ വളരെ വിട്ടുപോയതാണോ. ശരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഇമോഷൻസ് ആണ്. അതിനോട് ഞാൻ പറയിപ്പിക്കാം. ഓക്കെ, നമ്മള് എന്താണ് ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നീഡ് ആയിട്ടുള്ള സേഫ്റ്റി നീഡ്സിലേക്ക് വരും. ദെൻ നമ്മൾ സേഫ്റ്റി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ നമ്മുടെ ഹൈറാർക്കിയിൽ വരുന്ന നെക്സ്റ്റ് നീഡ്സ് ആണ് ലവ് നീഡ്, അല്ലെങ്കിൽ നീഡ് ഫോർ അഫെക്ഷൻ. എന്താണ് ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ് എന്ന് പറയും. അറ്റ് നെക്സ്റ്റ് ലെവൽ ബിലോങ്നെസ് നീഡ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന നീഡാണ് ഏത്? നീഡ് ഫോർ എക്സ്റ്റീം നീഡ് എന്ന് പറയുന്നത്. ദീസ് കൺസിസ്റ്റ് സോഷ്യൽ ഇമോഷണൽ നീഡ്. സോഷ്യൽ ഇമോഷണൽ നീഡ് ആണിത്. ആൻഡ് ഫൈനലി നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ നീഡാണ് ഇത് നീഡ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് എത്താം എന്ന് പറയുന്നത് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഹാപ്പിയാണ്, നമ്മുടെ ഫാമിലിയിലൊക്കെ ഓക്കെയാണ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, എല്ലാം ഓക്കെയാണ്, പക്ഷെ നമുക്ക് എന്തോ ഒന്ന് നഷ്ടപ്പെട്ട പോലെ ഒരു ഫീൽ തോന്നുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ ആ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ത് ചെയ്തിട്ടില്ല, അച്ചീവ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു മീനിങ് ആണ്. നമുക്ക് എന്തോ നേടാനുണ്ട് അല്ലെ, നമ്മളുടെ ആ ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ ഈ സിറ്റുവേഷനിലായിരിക്കും. നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ടീച്ചർ ആവാ എന്ന് പറയുന്ന ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു നീഡിലേക്ക് നമ്മൾ എത്താന്നുള്ളതാണ്. അപ്പം നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, ഫിനാൻഷ്യലി ബാക്കി എല്ലാ നീഡ്സും നമ്മള് ഓക്കെയാണ്, ലവും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം മിസ്സിംഗ് ആണെന്നൊരു ഫീൽ തോന്നും. Need to achieve one potential and do creative work, explore the environment and understand it. അപ്പൊ ഓരോരുത്തര് ആ ഒരു പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യുന്നു, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നു, അവരുടെ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യുന്നു, ട്രാവൽ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവരെന്താ ചെയ്യണം, അവർ സെൽഫ് ആക്ച്വലൈസേഷൻ ചെയ്യണം, അവരുടെ ഒരു പാഷനാണത്. അതെന്ത് ചെയ്യാണ്, എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And understanding it. The diagram below shows the exact idea of the hierarchy of needs. നമ്മുടെ ഹൈറാർക്കിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് പറയുന്നത്. Only when need at one level are satisfied. നമുക്ക് ഒരു ലെവലിൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് പോവാവുള്ളൂ. That a child can act to satisfy the next higher level need. എന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എന്താവുള്ളൂ, മൂവ് ആവുള്ളൂ. എവിടെ വെച്ചാണ് നമുക്ക് ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തത് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇപ്പോ നിങ്ങളുടെ പോലെ അവസ്ഥ എന്ന് പറയാൻ നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ്, അല്ലെങ്കിൽ എന്താണ് എക്സ്ട്രീം നീഡ് വരെ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ടുള്ള നീഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എപ്പോൾ അച്ചീവ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാണ്, നമ്മള് ഒരു ക്ലാസ്സില് ഒത്തിരി കുട്ടികളുണ്ട്. ആ കുട്ടികളുടെയൊക്കെ മുമ്പിൽ അവരുടെ ടീച്ചറായിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ ചെന്ന് നിൽക്കില്ലേ, ആ ഒരു ടൈമില് മേ ബി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും, ഭയങ്കര ഒരു പ്രൗഡ് മൂമെന്റ് ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഇതാണോ? അതന്നെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയും. ദെൻ നമ്മള് ആ 2 ഇമോഷൻസ് ഒന്ന് പറയാം, ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ്. ഞാൻ കൊടുക്കാറുണ്ട്, പക്ഷെ നിങ്ങളുടെ പേര് ഞാൻ എഴുതിയിട്ടില്ല, അതാണ് പ്രശ്നം. ലെവലിൽ ആരാ സെമിനാർ എടുത്തെന്നുള്ളത് ഞാൻ എഴുതിയിട്ടില്ല. ആ എഴുതിയിട്ടുണ്ട്. ഹാപ്പിനെസ് അഞ്ജനാണല്ലോ, അഞ്ജു എം ആണ്. അഞ്ജു ആണ്. ആൻഡ് സാഡ്നെസ് ഓക്കെ അഞ്ജു പറഞ്ഞോടാ. Okay. Happiness is a sense of well-being and joy. It can be found in simple things like spending time with friends, enjoying a hobby, or listening to music. When we achieve our goals, it brings happiness too. Being with the family and sharing good moments can make us feel happy. It's also about having a positive mindset. Helping others and being kind often make us feel happier. Small act of kindness and gratitude can increase our happiness. Everyone has their own source of happiness, but it's an important part of a fulfilling life. എന്താണ് ഹാപ്പിനെസ്? വേർ ഈസ് ദ ഹിഡൻ കീ ഓഫ് ഹാപ്പിനെസ്? പലർക്കും പല തരത്തിലായിരിക്കും അവരുടെ ഹാപ്പിനെസ് ഫീൽ ചെയ്യുക. ഞാൻ മിസ്സിനോട് ചോദിക്കട്ടെ, മിസ്സിനെ ഏറ്റവും ഹാപ്പിനെസ് ആക്കിയിരിക്കണ എപ്പോഴാണ്, ഹാപ്പി ആയിരിക്കണ എപ്പോഴാണ്? ഞാൻ പഠിപ്പിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. അതെ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അങ്ങനെ മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്നത്
ഉണ്ടാക്കുന്നത് എന്താന്നുള്ളൊരു പഠനം 1938 നടന്നിട്ടുണ്ട്. അത് അതിന്റെ റിസൾട്ട് വന്നത് എന്താ വെച്ചാല് ബന്ധങ്ങളാണ്. എത്രത്തോളം നമ്മൾ ബന്ധങ്ങളിൽ ഉറപ്പ് കൊടുക്കുന്നുണ്ടോ, അതായത് ബന്ധങ്ങൾ നമ്മൾ സന്തോഷത്തിന്റെ ഒരു ഇതാണെന്നാ പറയണത്. ഏത് ബന്ധങ്ങളും സൗഹൃദമാവാം, എങ്ങനെയാവാം. അതേപോലെ തന്നെ നമ്മുടെ സന്തോഷം നമ്മൾ സന്തോഷിപ്പിക്കുന്നത് നമ്മൾ ചുറ്റുമുള്ളവരാണെന്നുള്ളൊരു വിചാരം ഉണ്ടാവരുത്. നമ്മളുടെ ഹാപ്പി ആയിരിക്കണത് അതിന്റെ കീ നമ്മളിൽ തന്നെ ആയിരിക്കണം. അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നെവർ സെർച്ച് യുവർ ഹാപ്പിനെസ് ഇൻ അതേഴ്സ്, ഇറ്റ് വിൽ മേക്ക് യുവർ ഫീൽ അലോൺ. സെർച്ച് ഇറ്റ് ഇൻ യുവർ സെൽഫ്, യു വിൽ ഫീൽ ഹാപ്പി ഈവൻ വെൻ യു ആർ ലെഫ്റ്റ് അലോൺ. ഓക്കെ, നന്നായിട്ട് പ്രസന്റ് ചെയ്തു അഞ്ചു. ഓക്കെ, ദെൻ സാഡ്നെസ് ട്ടോ. പറയട്ടെ മാം. ഓക്കെ, എന്റെ പേരല്ലേ മാം സാഡ്നെസ്സില്? സബീന അല്ലേ എഴുതിയേക്കുന്നത്? അല്ലേ? രണ്ടു പേരും പറഞ്ഞു, കുഴപ്പമില്ല. ഓക്കെ. ഓക്കെ, രണ്ടാള് പറഞ്ഞു കേട്ടോ. സാബിറ പറഞ്ഞോളൂ, സാബിറ പറഞ്ഞു. ഓക്കെ. അന്ന് കൺഫ്യൂഷൻ ആയി, പിന്നെയും ചോദിച്ചപ്പോ സാബിറ എന്ന് പറഞ്ഞപ്പോ ഞാനും എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോ ഞങ്ങളുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട്. Okay, ഞാൻ പറയാം. Sadness is a normal human emotion that anyone experience, including children. It's a natural reaction to difficult situation, loss or feelings hurt or left out. While sadness is a temporary feelings, it's important for kids to learn healthy way to cope with it. Understanding the sadness in kind, type of normal or temporary. Sadness is a normal emotion that can triggered by various situations. Example like losing a favorite toy, feeling left out, experiencing disappointment. Kind mind express sadness through crying. Kids also withdrawing from activities, changes in appetite or sleep, difficult concentrating, physical symptom like headache. Sadness is a temporary feeling but interferes with the daily life, might indicate depression. How to help the children cope with sadness? Normalize emotion, validate the feelings, encourage expressions, provide support, help team focus on positive, seek professional help, model health coping. Some comforting phrases for kid: you're safe and I am here for you. It's okay to feel sad. Anyone feels this way sometimes. Let's talk about what's nothing new. Remember, patience and understanding go a long way in helping kids navigate their emotions. Okay, ma'am. Thank you. നെക്സ്റ്റ് സാബിന ട്ടോ. സബീന. Okay, sorry. Sadness is an emotion can occur in response to negative or unexpected situations or life changes. There are many situations in everyday life for the cause of sadness. To recover from sadness, is an important to acknowledge your feeling, practice self-care and support from others. You can also engage in activities such as exercise regularly, practice yoga, and consider professional helpers to decrease your sorrow. അതായത് സങ്കടം പലതരത്തിലാണ് നമുക്ക് ഉണ്ടാകുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു സാധനം കാണാതെ പോയാൽ, അല്ലെ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയാൽ അപ്പൊ നമുക്കൊരു സങ്കടം ഉണ്ടാവും. അത് നമുക്ക് ഒത്തിരി നേരം അത് ഇരിക്കത്തില്ല. ചില സങ്കടങ്ങൾ നമുക്ക് എളുപ്പം മാറും, മറ്റു ചില സങ്കടങ്ങൾ കുറെ കാലത്തേക്ക്, ചില സങ്കടങ്ങൾ നമ്മുടെ ജീവിതം ലൈഫ് ലോങ് ഫുള്ള് ചില സങ്കടങ്ങൾ കാണും. അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമോഷൻ വഴിയാണ് നമുക്ക് ഈ സങ്കടങ്ങൾ ഉണ്ടാകുന്നത് എന്ന്. ഓരോ സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഓരോ സങ്കടങ്ങൾ ഉണ്ടാകാൻ കാരണം. ചില നമുക്ക് ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോകുമ്പോൾ നമുക്കൊരു നിരാശ,
അപ്പോൾ അത് നമുക്കൊരു ഭയങ്കര സങ്കടത്തിൽ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും. ചില സങ്കടങ്ങൾ നമുക്ക് നമ്മളെ ഡിപ്രഷനിലേക്കും മറ്റു ഹെൽത്ത് ഇഷ്യൂസിലേക്കും നമ്മളെ കൊണ്ടുപോയി നിർത്തിക്കും. അപ്പം ഈ പലതരത്തിലുണ്ടാകുന്ന ഈ സങ്കടം നമ്മൾ നമ്മുടെ മൈൻഡിനെ നല്ല ഹെൽത്തി ആയിട്ട് അത് എന്തും വന്നാൽ നമുക്കത് നേരിടാം എന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു കരുതൽ അല്ലെ ഒരു കരുത്ത് ആർജിച്ചാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ കുറച്ച് റിലാക്സേഷൻ കിട്ടും. പിന്നെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മളൊക്കെ കുറച്ച് മനസ്സിന് റിലാക്സ്. പിന്നെന്താ എക്സസൈസ്, കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ അതിൽ തന്നെ ഡിസപ്പോയിന്റ് ആയിട്ടിരിക്കാതെ എപ്പോഴും നമ്മളെ തന്നെ ഹാപ്പിയാക്കി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ മാ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ദെൻ മൃദുലനോട് ഞാൻ ഫിയറിനെ കുറിച്ച് പ്രസന്റ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സഫിയ അന്ന് ഉണ്ടായിരുന്നില്ല, ആബ്സെന്റ് ആയിരുന്നല്ലോ. സഫിയാണോ? സബീന സബീന അല്ല. ഓക്കെ. മൃദുല പ്രസന്റ് ചെയ്തു. മാം, അത് സൗഫിയയോടായിരുന്നു പറഞ്ഞത്. ആള് ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അന്നേരം പറയാതിരുന്നത്. ഫിയർ ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കുട്ടിക്കാലം? അച്ഛന്റെയും അമ്മയുടെയും ചൂട് പറ്റിക്കിടുന്ന നമ്മൾ 5-6 വയസ്സാകുമ്പോൾ മറ്റൊരു മുറിയിലേക്ക് താമസം മാറ്റും അല്ലേ? ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ചേച്ചിയോ ചേട്ടനോ ഒക്കെ പറഞ്ഞ കഥകളിലെ പ്രേതങ്ങളെ ആയിരിക്കും. ഉറങ്ങാതെ പ്രേതം ഇപ്പൊ വന്ന് നമ്മളെ തൊടു എന്ന് കരുതിയ നിമിഷങ്ങളും മണിക്കൂറുകളും ഒക്കെ പുതപ്പിനടിയിൽ നമുക്കുണ്ടായിട്ടുണ്ടാവും. ഇത് മാത്രമല്ല, ആഴങ്ങളിലേക്ക് വീണു പോകുന്നതും വേണ്ടപ്പെട്ടവരുടെ മരണവും ഒക്കെ ഓർത്ത് നമ്മൾ കരഞ്ഞിട്ടുണ്ടാകും. സ്വപ്നങ്ങളിൽ പാമ്പിനെയും ഒഴുക്കിൽപ്പെട്ട നമ്മളെ തന്നെയും ഒക്കെ കണ്ട് ഞെട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ നടന്നത് കുട്ടികളുടെ പേടി കാരണമാണ്. ചെറിയ കുട്ടികളിൽ കണ്ടുവരുന്ന പേടികൾ വലിയ ശബ്ദത്തിനോടും പിച്ച വെച്ച് നടക്കുമ്പോൾ വീഴുമോ എന്നും പിന്നെ സെപ്പറേഷൻ ആങ്സൈറ്റിയും സ്ട്രേഞ്ചർ ആങ്സൈറ്റിയും ഒക്കെയാണ്. നമ്മുടെ മോണ്ടസറി ഗണത്തിൽ വരുന്ന കുട്ടികളുടെ പേടി തികച്ചും അവർ തന്നെ രൂപാന്തരപ്പെടുത്തിയതാണ്. ഇതിൽ ചിലത് പറയാം. ഒന്നാമത്തേത്, മറ്റുള്ളവരുടെ ഭയം നിരീക്ഷിച്ച് ആ ഭയം നമ്മുടേതാക്കി എടുക്കുക എന്നതാണ്. ഭയം ഉണ്ടാക്കുന്ന കഥകൾ, സിനിമകളൊക്കെ കാണുമ്പോൾ ഈ ഇമോഷൻ താനേ ഉണ്ടാകുന്നു. ചില വസ്തുക്കൾ, ജീവികൾ, സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള മറ്റുള്ളവരുടെ വിവരണം അത് പേടിയോടെ തന്നെ അവർ ഓർക്കും. അതേ സാഹചര്യങ്ങളും ആ വസ്തുവിനോടും അവർക്കും പേടിയുണ്ടാവുന്നു. സ്വന്തം ഭാവനയിലൂടെ അവർ ഉണ്ടാക്കിയെടുക്കുന്ന പേടികളുണ്ട്. ഉദാഹരണമാണ് പ്രേതം. ഓരോ കുട്ടികളുടെയും മനസ്സിലുള്ള പ്രേതരൂപങ്ങൾ വേറെ വേറെയാണ് എന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. ചിലപ്പോഴൊക്കെ പേടികൾ കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളെ മുൻനിർത്തിയിട്ടുണ്ടാവുന്നതാവാം. എന്നാൽ ചിലർക്ക് പാരമ്പര്യമായും ഇത് കണ്ടുവരുന്നു. കാരണം എന്തു തന്നെ ആയാലും അവരുടെ ഭയം സില്ലിയാണ് എന്ന് പറയാൻ പാടില്ല. പകരം കംഫോർട്ട് സ്പേസ് ഒരുക്കുക. ധൈര്യത്തോടെ ചെയ്യുന്ന സമാന കാര്യങ്ങളെ വെച്ച് മോട്ടിവേറ്റ് ചെയ്യുക. സെപ്പറേഷൻ ആങ്സൈറ്റി നേരിടുന്ന കുട്ടികളോട് കുറച്ചു നേരം മാത്രമാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. അമിതമായി പേടിയുള്ള കുട്ടികളിൽ അഡ്രിനാലിനും കോർട്ടിസോളും ബ്ലഡിൽ കൂടുതലായിരിക്കും. ഇത് മറ്റു രോഗങ്ങൾക്കും കാരണമാവുന്നു. ഇത്തരം പേടികൾ തികച്ചും സാധാരണയാണല്ലോ. എന്നാൽ അവരുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ പേടിയുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടാ മൃദുല, നന്നായിട്ട് പ്രസന്റ് ചെയ്ത് നന്നായിരുന്നു കേട്ടോ. ദെൻ നമ്മള് ഹൈജീൻ ഹാബിറ്റ്സിനെ കുറിച്ച് ചാർട്ട് എല്ലാവരും പ്രസന്റ് ചെയ്തല്ലേ എന്നാ? ചെയ്തതാണ്. കുറച്ച് പേര് ചെയ്തു. 4 പേര് ചെയ്തു. 4 പേര് ചെയ്തു. ഞാൻ കാണിക്കട്ടെ മേഡം? ഓക്കെ, പ്രസന്റ് ചെയ്തോടാ അമ്പിളി. പിക്ചർ കാണുന്നുണ്ടോ? അല്ല, എന്നാലും കാണാം. കുറച്ച് പിക്ചർ. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട്. Eat hygienic food with sanity. Clean house and surroundings. Daily bath. Brush your teeth daily. Keep your hair hygienic. Wash hands properly. Wash clothes daily. Eat food with perfect time. എഴുതിയിട്ടുണ്ട്. അത് ചിലപ്പോ ഞാൻ ജസ്റ്റ് ഇതിന്റെ ആൽഫബറ്റ് എന്റെ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കാർഡ്ബോർഡില് അങ്ങനെയാണ് ചെയ്തത്. കാർഡ്ബോർഡിൽ ഇങ്ങനെ ഒരു കളർ പേപ്പർ ഒട്ടിച്ചിട്ട്
ഓക്കെ, പക്ഷേ ഇവിടെ സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ് എന്ന് പറഞ്ഞാലല്ലേ, സോറി ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേർഡ്സ് അത് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കാർഡ്സിൽ ചെയ്യാനായിട്ട് പറയുന്നത്. ആ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ആവുമ്പോൾ. ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് നെക്സ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ആക്ടിവിറ്റി. അപ്പം ന്യൂമറിക്കൽസ് വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്ലാസ്സിലെ എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് ആരാ? മാം ഞാൻ പറയാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു. മാമ എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തന്നു. ഇമോഷൻസ് ഒക്കെ എല്ലാരെ കൊണ്ട് പറയിപ്പിച്ചതിൽ നമുക്കൊക്കെ ഒത്തിരി അത് തനിയെ പഠിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. താങ്ക് യു മാം. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു ഓൾ.